എല്ലാവരും വിശ്വാസത്തോടെ ഏറ്റുചൊല്ലുക. അമേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. അമേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. പ്രാർത്ഥിക്കുക. പരിശുദ്ധമേ, സ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ ഏക നിയോഗവും എല്ലാവരും ഉടമ്പടിയിൽ വച്ചിരിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും വാഗ്ദാന പേടകമായ നമ്മുടെ അമ്മയായ ഈ അൾത്താരെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ കർത്താവിൻ്റെ കരങ്ങളിൽ ഈ സമയം മൗനമായിട്ട് സമർപ്പിക്കുക. ഏറ്റുചൊല്ലാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വീണ്ടും സ്തുതിക്കട്ടെ. കർത്താവിന്റെ സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും കൂടാരത്തിലുള്ള എല്ലാവരും ഭാഷാപരത്തോടെ സംസാരിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ അഭിലഷിക്കുകയാണ്. ഒരിക്കൽ മോസസ് പറഞ്ഞ ഒരു വാക്കാണ്. അതുപോലെ കൃപാസനത്തെ സ്തുതിക്കുന്ന ഓൺലൈനിലും വിവിധ ഭൂഖണ്ഡങ്ങളിലും ഇപ്പോൾ കൃപാസനത്തിൽ സന്നിഹിതരായിരിക്കുന്ന മക്കളോ എല്ലാവർക്കും, കുറച്ച് പേർക്ക് അനുഗ്രഹം പറഞ്ഞ് സാക്ഷ്യം പറയുകയല്ല, എല്ലാവരും യേശുവിൻ്റെ അനുഗ്രഹം പ്രാപിക്കണമെന്നാണ് സുവിശേഷത്തിൻ്റെ ഒരു ലക്ഷ്യം. എല്ലാവരും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന തിമോത്തി ലേഖനം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് മനസ്സിലാകും. എല്ലാവർക്കും ഈ അനുഗ്രഹം കിട്ടണം. ദാറ്റ് മീൻസ് എല്ലാവരും കർത്താവിലൂടെ ദൈവം ചൊരിഞ്ഞ അനുഗ്രഹത്തിന് അർഹരാണ്. പ്രാർത്ഥിക്കുക. കർത്താവേ, പരിശുദ്ധ
ആത്മാവിൻ്റെ നിറവിലെ പരിശുദ്ധ പിതാവിൽ നിന്ന് ദൈവപിതാവിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച ഈശോയിലൂടെ ലോകത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ലഭിക്കാൻ ഈ നിമിഷം ഞങ്ങൾ ഈ ശുശ്രൂഷയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ഇപ്പോൾ ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോ മക്കളുടെയും മനസ്സിന്റെ പ്രാർത്ഥനകൾ കർത്താവേ, അവരുടെ മുമ്പിൽ സമർപ്പിച്ച പ്രാർത്ഥനകൾ കർത്താവേ, തീരാ രോഗികളുണ്ട് കർത്താവേ, ഭവനരഹിതരുണ്ട് കർത്താവേ, കുടുംബ സമാധാനമില്ലാതെ വിഷമിക്കുന്നവര്, സന്താനമില്ലാതെ വിഷമിക്കുന്നവര്, കിടപ്പാടമില്ലാതെ വിഷമിക്കുന്നവര് ചേർന്ന് പാടാം. ദൈവസ്നേഹത്തോടെ പാടാം. ഇത്ര നല്ല ദൈവം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നലെ ഇവിടെ ഒരു നല്ല സാക്ഷ്യം കേട്ടായിരുന്നു. എല്ലാ ദിവസവും ഇവിടെ സാക്ഷ്യം പറയും, ഇന്നും സാക്ഷ്യം പറയും. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പ്രൊഫസർ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞത് ഞാൻ എല്ലാ കൂട്ടായ്മയിലും പറയുന്നുണ്ടത്. കാരണം അവർ പറഞ്ഞ ഇതാണ്, ലോകത്തിലെ എല്ലാ ദിവസവും ദൈവസാക്ഷ്യം കേൾക്കുന്ന, ദൈവാനുഭവ സാക്ഷ്യം കേൾക്കുന്ന ഒരിടമാണ് കൃപാസനമെന്ന്. പ്രൈസ് ദി ലോർഡ്. അത് സത്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യമാണെന്ന് പറയാൻ കാരണം, ഈ ലോക്ക്ഡൗൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ആരും പുറത്തിറങ്ങാത്ത ഒരു കാലത്തിൽ പോലും ആ 450ഓളം ദിവസങ്ങൾ ഇവിടെ 1000 സാക്ഷ്യങ്ങളാണ് നമ്മൾ യൂട്യൂബിൽ നിങ്ങളുടെ ദൈവാനുഭവം പരിപോഷിപ്പിക്കാൻ വേണ്ടി ഇട്ടത്. 1000 സാക്ഷ്യങ്ങൾ. അപ്പോൾ ഒരു യൂട്യൂബിലെ ഒരു ലോക്ക്ഡൗൺ കാലത്ത് ഒരു ശുശ്രൂഷ ഒരിടത്ത് നടക്കാത്ത മനുഷ്യന് പോലും പുറത്തിറങ്ങാൻ പറ്റാത്തൊരു കാലത്ത് 1000 സാക്ഷ്യം യൂട്യൂബ് നോക്കിയാൽ 1000 സാക്ഷ്യം. എല്ലാം ഓൺലൈനിൽ, ഈ നമ്മുടെ ഓൺലൈൻ ഉടമ്പടി ധ്യാനം, ലൈറ്റൊക്കെ അതിൻ്റെ പേർ റിക്വസ്റ്റ്, അങ്ങനെയുള്ള എല്ലാ ഓൺലൈൻ ശുശ്രൂഷകളിലൂടെയും. പിന്നെ ഈ അൾത്താറയിൽ ഒരിക്കലും വെളിച്ചം കെട്ടുപോയിട്ടില്ലായിരുന്നു. ഞങ്ങളെല്ലാ ദിവസവും തന്നെ ആരാധന ഉണ്ടായിരുന്നു. അത് വലിയൊരു ഭാഗ്യമാണ്. ജനങ്ങൾ ഇവിടെ ഇല്ല, അവർക്ക് വരാൻ പറ്റുന്നില്ലെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി ഓൺലൈനായിട്ട് ആരാധന ഈ 450 ദിവസം ഉണ്ടായിരുന്നു. വീട്ടിലൊരു ദിവസക്രാരി, അങ്ങനെ ഓരോരോ പേരിൽ, ലണ്ടൻ ലഞ്ച്, പിന്നെ നന്നയപ്പം, ഇങ്ങനെ ഓരോരോ പേരിൽ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് ഈ 500 ദിവസങ്ങളിലും ആരാധനയുടെ തിരികൾ ഇവിടെ അണഞ്ഞു പോയില്ലായിരുന്നു. അത് വലിയൊരു ഭാഗ്യമാണ്. അതിന് ഒരു സ്വസ്ഥക്കാഴ്ച പോലും ഇല്ലാതെ മീഡിയ മുഴുവനും സ്വസ്ഥമായിട്ട് വർക്ക് ചെയ്തപ്പോൾ 70 ലക്ഷം രൂപ, 20 സ്റ്റാഫാണ് ഇവിടെ ഉണ്ടായിരുന്നത്. കൃപാസന അടച്ചിട്ടില്ലായിരുന്നു. 20 സ്റ്റാഫ് ഡെയിലി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ 10 പേരും ഫോൺ എടുക്കാൻ വേണ്ടിയായിരുന്നു. വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങളുടെ കണ്ണുനീര് എല്ലാം പ്രാർത്ഥനയാക്കി രാവിലെ 9 മണി തൊട്ട് ഇരിക്കും ഫോൺ അറ്റൻഡ് ചെയ്യും. ഇപ്പോൾ ഒരു ഫോൺ പോലും താഴത്ത് വെക്കാൻ പറ്റുന്നില്ലായിരുന്നു. 800 പ്രാർത്ഥനാ അപേക്ഷകളാണ് നമുക്ക്
5 മണിയാകുമ്പോൾ ഉള്ളിൽ കിട്ടുന്ന 800 പ്രാർത്ഥന. അപ്പോൾ 800 പ്രാർത്ഥനാപേക്ഷകളും ഈ ഫോണിലൂടെ വന്നതാണ്. ദാറ്റ് മീൻസ് 80 പേരെങ്കിലും ഒരു ഫോണിൽ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ വിളിച്ച 10 ഫോൺ വഴി 800 കിട്ടിയ 800 പ്രാർത്ഥനാപേക്ഷകൾ വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ ജനങ്ങളുടെ ലോകങ്ങളിലുള്ള എല്ലാ ജനങ്ങളുടെയും കണ്ണീരും അപേക്ഷകളും പ്രാർത്ഥനകളും അൾത്താരയിൽ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിട്ട് പിന്നെ 1.5 മണിക്കൂർ ആരാധിക്കും. അപ്പോഴേ 7 മണി വരെ ശുശ്രൂഷ. അപ്പം തീർന്നില്ല. 9 മണിക്ക് തുടങ്ങുന്ന ശുശ്രൂഷ, ഫോൺ ശുശ്രൂഷ ആരാധനയോടുകൂടി അവസാനിക്കുകയാണ്. അത് 450-500 ദിവസങ്ങളിലും ഒരു ദിവസം പോലും മുടക്കിയിട്ടില്ല. അത് അമ്മ തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. കൈയടിച്ച് അമ്മയെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പീഠം മധ്യസ്ഥനാകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. അനേക കാര്യങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയുടെ മധ്യസ്ഥതയിൽ നന്ദി പറയുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്ര നല്ല ദൈവത്തോട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്നലെ ഒരു സാക്ഷ്യ ഒരു വളരെ ഇപ്പം ഞാനെപ്പോഴും അൾത്താരയിൽ എടുക്കുന്ന സാക്ഷ്യം എന്ന് പറയുന്നത്, സാക്ഷ്യങ്ങൾ ഒത്തിരി കേൾക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉടമ്പടിയുടെ തനി സ്വഭാവം കാണിക്കണ ചില സാക്ഷ്യങ്ങളുണ്ട്. കാരണം ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ ചിലർക്ക് കിട്ടുമ്പോൾ ഒരു 50% ഉടമ്പടി സ്വഭാവം ഉണ്ടാവും, ചിലപ്പോൾ 75% ഉടമ്പടി സ്വഭാവം ഉണ്ടാവും, 100% ഉടമ്പടി സ്വഭാവം ഉണ്ടാകുന്ന സാക്ഷ്യങ്ങൾ. അതാണ് അച്ഛൻ അൾത്താരയെ സെലക്ട് ചെയ്യണത്. അല്ലാത്തത് യൂട്യൂബിൽ ഇടും നിങ്ങൾക്ക് കാണാൻ, കേൾക്കാനും പ്രാർത്ഥിക്കാനും വേണ്ടി. ഇപ്പം ഇന്നത്തെ സാക്ഷ്യം പ്രജിത എലിസബത്ത്, വെള്ളൂരിൽ നിന്ന്, പാമ്പാടിയിൽ നിന്ന് വന്നൊരു സഹോദരിയാണ് പ്രജിത എലിസബത്ത്. അവരുടെ സാക്ഷ്യം, അവർ കയറി വന്നപ്പോൾ തന്നെ നമുക്കറിയാം ആ സാക്ഷ്യത്തിൻ്റെ അൾത്താരയ്ക്ക് അതിൻ്റെ ഫീലിംഗ്. ഇപ്പോൾ ഞാൻ അൾത്താരയിൽ നിന്നുകൊണ്ട് ഇപ്പോൾ കൗൺസിലിംഗ് എല്ലാ ദിവസവും കൗൺസിലിംഗ് ഉണ്ടല്ലോ, അൾത്താരയിൽ നിന്നാണ് ചെയ്യണത്. കാര്യം എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ 1 സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റാണ് നമ്മൾ തമ്മിൽ സംസാരിക്കാൻ ദൈവം ഇടവരുത്തണമെങ്കിൽ ആ 1 മിനിറ്റിനുള്ളിൽ അമ്മ നിങ്ങളെ ഏറ്റെടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ തന്നെ 10,000 ആൾക്കാർ പ്രാർത്ഥിച്ച ബലിപീഠത്തിൽ അൾത്താരയിൽ നിന്നുകൊണ്ടാണ് ആൾക്കാരോട് സംസാരിക്കുന്നത്. ഇപ്പോഴ് കൗൺസിലിങ്ങിന് പണ്ട് അങ്ങനെയല്ലായിരുന്നു, ഇരുന്ന് സംസാരിക്കുമായിരുന്നു, ഒരാളിന് അരമണിക്കൂറൊക്കെ കൊടുക്കുമായിരുന്നു. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും അൾത്താരയിൽ വരുമ്പോൾ 1 സെക്കൻഡ് അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് നിന്ന് ആ വിഷയം കേട്ട് അമ്മയ്ക്ക് സമർപ്പിച്ച് ഈശോയ്ക്ക് സമർപ്പിക്കുമ്പോൾ, അതുകൊണ്ടാണ് എല്ലാ ദിവസവും തന്നെ നമുക്ക് അൾത്താരയിൽ പ്രാർത്ഥന കൗൺസിലിംഗ് ഉള്ളത്. ഇപ്പോൾ കുറച്ച് കയ്യിലെ നീരൊക്കെ ഇറങ്ങി ഇപ്പോൾ ഒരാഴ്ച മുഴുവൻ നിൽക്കണ കാരണം പ്രശ്നം കൊണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് വ്യത്യാസം ഇപ്പോൾ വരുത്തിയിട്ടുണ്ട്. അത് പക്ഷേ അത് ഞാൻ പറയാം നിങ്ങളോട്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം, ഈ സാക്ഷ്യം ഇവരിങ്ങനെ പറയുമ്പോൾ തന്നെ അൾത്താരയിൽ എൻ്റെ വൈബ്രേഷൻ വരും. കാര്യം ദൈവ അരൂപി പ്രവർത്തിക്കുന്ന സമയത്ത് വൈബ്രേഷൻ ഉണ്ടാകും, നിങ്ങൾക്കും ഉണ്ടാവും. ഇപ്പോൾ ചിലരുടെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ പറഞ്ഞില്ലേ, ആ സമയത്ത് തന്നെ ഒരു സഹോദരി കഴിഞ്ഞ ദിവസം പറഞ്ഞത്, അവരുടെ ഇന്നലെ അത് വേറൊരു സാക്ഷ്യമാണ്, അവരുടെ മുതുകത്ത് നീരിങ്ങനെ സഞ്ചി പോലെ തൂങ്ങിക്കിടക്കുകയാണ്. അങ്ങോട്ടും ഇല്ല ഈ നീര്, ഇങ്ങോട്ടും ഇല്ല. കുത്തുവെക്കാനും പറ്റണില്ല,
തൈലം പെരട്ടിയും പറ്റണം ഒന്നുമില്ല. മുതുകത്തിങ്ങനെ സഞ്ചി പോലെ തൂങ്ങിക്കിടക്കും. അപ്പോൾ നമുക്ക് പോകുമ്പോൾ അനുസരിച്ച് ഇതെന്ത് തൂങ്ങിക്കിടക്കണം, സഞ്ചി പുറകെ ഇട്ടിരിക്കണമെന്ന് തോന്നും. പക്ഷേ ഈ സമയത്ത് ഇതുപോലെ നിങ്ങൾ ഈ ആരാധന സമയമില്ലേ, ഈ സമയത്ത് സാക്ഷ്യങ്ങൾ കുറേ ഉണ്ട് ആൾക്കാർ പറഞ്ഞത്. അതായത് ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറയുന്ന ദർശനങ്ങളില്ലേ, അത് കർത്താവ്, ഞാൻ വെറുതെ ഇങ്ങനെ പറയത്തില്ല, എനിക്ക് കർത്താവ് സൂചന തന്ന് എൻ്റെ മനസ്സിന് ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ പറയത്തുള്ളൂ. അല്ലെങ്കിൽ അത് കളത്തരായി പോകും. കളത്തരല്ല, അതൊരു ദൈവനിശ്ചയം പ്രകാരം ആയിരിക്കത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ദർശനം ദൈവം തരത്തില്ല. അതാണ് അങ്ങനെ പ്രശ്നം. അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് ആന്തരിക ബോധ്യം കിട്ടിയാൽ മാത്രമേ ഞാനത് അനൗൺസ് ചെയ്യത്തുള്ളൂ. കാര്യം ഇത് ഒരു 10,000 പേര് ഈ ഓൺലൈനിലുണ്ടല്ലോ ഇപ്പോഴേ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് ഈശോ മുതുക് കാണിച്ചു തന്നപ്പോൾ ഞാൻ പറഞ്ഞ്, മുതുകിന് എന്തോ ഭാരമുള്ള ആളെ ഇപ്പോൾ ഈശോ സുഖപ്പെടുത്തണുണ്ടെന്ന് പറഞ്ഞു. ആ പറയുന്ന സമയത്ത് തന്നെ ഈ സ്ത്രീയുടെ മുതുക് ഇങ്ങനെ ചൊട്ടിപ്പോകും. ഇത്രയും അതാണ് ഇപ്പോൾ ആരാധന എഴുന്നള്ളിച്ച് വെക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഞങ്ങൾ പാടുകയില്ലേ, ഞങ്ങൾ പാടുമ്പോൾ ഇത്ര നല്ല ദൈവത്തോട് ഞാൻ നന്ദി. അപ്പം ഞങ്ങളുടെ മനസ്സിൽ അത് ഭയങ്കര 100% ഉണ്ട്. ആദ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊരു പാട്ടല്ല, ഇത് പ്രാർത്ഥനയാണ്. നിങ്ങളുടെ കൃപാസനത്തിലെ ഒരു സംഭവം ഞങ്ങൾ പാട്ട് പാടാറേ ഇല്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ ചെയ്യണം എന്ന് പറയുന്നത്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അത് പാട്ടാക്കി മാറ്റുമെന്നേ ഉള്ളൂ. അതുകൊണ്ട് എപ്പോഴും പാട്ട് കേൾക്കുന്നതിൻ്റെ കാര്യം ഇതാണ്. ആരാധന കൂടെ ആരാധന വേറെ പാട്ട് വേറെ, അങ്ങനെ ഒരു കച്ചേരി പരിപാടിയില്ല. മറിച്ച് ആരാധനയിൽ വരുന്ന ദൈവസ്നേഹം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ജനങ്ങൾക്കത് ഏറ്റുപാടാൻ സിമ്പിൾ ട്യൂണാക്കി കൊടുത്തിട്ട് അവർക്കത് പ്രാർത്ഥനയുടെ അനുഭവമാക്കി മാറ്റാനാണ് ഈ പലപ്പോഴും നമ്മൾ പാട്ടുകളെല്ലാം വളരെ, ഞാനൊരു എക്സാമ്പിൾ കൊണ്ടിരുന്നുകൊണ്ട് കുറേ നേരം പ്രാർത്ഥിച്ച് നോക്കിയിട്ടാണ് കുറേ പാട്ടുകളെ തിരഞ്ഞെടുത്തിട്ട് അതിനെ കളയും. അവസാനം അഭിഷേകമുള്ളതിനെ മാത്രം എടുക്കും. അങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണത്. അല്ലാതെ പെട്ടെന്നിങ്ങനെ ഒരു സ്ക്വയർ പാടണമല്ല. അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ പാട്ട് കേൾക്കുമ്പോൾ കർത്താവ് എന്നെ സ്പർശിക്കുന്നുവെന്നുള്ള ബോധ്യത്തിൽ അതേ രീതിയിൽ ആഴമായിട്ട് ഞാൻ പാടുകയല്ല, ഞാൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്യണത്. ഞാൻ പ്രാർത്ഥിക്കണ ഈ സമയത്ത് കർത്താവ് എന്നെയും എൻ്റെ കുടുംബത്തെയും, ഞാൻ ഏത് വൻകരയിലാണ് എൻ്റെ മക്കളുള്ളത്, അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അത് ഞാനിപ്പോൾ ആരാധന വെച്ചിരിക്കുകയാണ്. ആ മക്കളെ ഇപ്പോൾ ഈശോ സ്പർശിക്കുകയാണ്. ശ്രദ്ധിക്കട്ടെ, അതുപോലെ ശ്രദ്ധിക്കട്ടെ. കർത്താവിൻ്റെ വലിയ തിരുമുറപാടുന്ന വലതു തരാം, ആണിപ്പടുതാടുന്ന വലതു തരാം, അത്ഭുതങ്ങൾ ഇപ്പോൾ സ്പർശിക്കണമേ. വിശടിക്കണമേ കൊടുങ്കാറ്റ് പരിശുദ്ധാത്മാവേ, വിശടിക്കണമേ കൊടുങ്കാറ്റ് പരിശുദ്ധാത്മാവേ, വിശടിക്കണമേ കൊടുങ്കാറ്റ്. എല്ലാവരും ചേർന്ന് പാടിക്കൊണ്ട് ഓൺലൈനിൽ ശ്രദ്ധിക്കുക, ഓൺലൈനിൽ
ഭാഷാവരത്തോടെ ശ്രദ്ധിക്കട്ടെ. എന്റെ കൊച്ചു സ്പർശിക്കണമേ കർത്താവേ, മാരകരോഗികളെ സ്പർശിക്കണമേ കർത്താവേ, ജോലിയില്ലാത്തവർ വേദനിക്കുന്ന കുടുംബങ്ങളെ സ്പർശിക്കണമേ കർത്താവേ, ഇന്ന് പള്ളിക്കൂടത്തിൽ പഠിക്കാൻ പോയിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്പർശിക്കണമേ കർത്താവേ, ടെസ്റ്റ് ഇന്റർവ്യൂ പാസ്സാകാൻ വേണ്ടി കർത്താവേ പരിശ്രമിക്കുന്ന മക്കളെ ഇപ്പോഴേ സ്പർശിക്കണമേ കർത്താവേ, സാമ്പത്തികമായ കടങ്ങളിൽ കർത്താവേ വേദനിക്കുന്നവരെ സ്പർശിക്കണമേ കർത്താവേ, ആരോഗ്യരോഗികളെ, ഉറക്കമില്ലാത്തവരെ, പ്രഷർ രോഗികളെ, ഷുഗർ രോഗികളെ, വാത രോഗികളെ സ്പർശിക്കണമേ കർത്താവേ, ത്വക്ക് രോഗികളെ സ്പർശിക്കണമേ കർത്താവേ, സോറിയാസത്തിന് രോഗമുള്ളവരെ സ്പർശിക്കണമേ കർത്താവേ, തിരുരക്തത്താൽ കഴുകണമേ കർത്താവേ, കിഡ്നി രോഗത്താൽ മൂത്രമൊഴിക്കാൻ പറ്റാത്തവരെ സ്പർശിക്കണമേ കർത്താവേ, ശരീരം മുഴുവൻ ചൂടാകുന്നവരെ സ്പർശിക്കണമേ കർത്താവേ, സ്ഥലങ്ങൾ വിട്ടുമാറാൻ പറ്റാത്തവരെ സ്പർശിക്കണമേ കർത്താവേ, വീടുകൾ വെക്കാൻ പറ്റാത്തവരെ സ്പർശിക്കണമേ കർത്താവേ, വിവാഹം ഒത്തുവരാത്തവരെ സ്പർശിക്കണമേ കർത്താവേ, മക്കളില്ലാത്തവരെ സ്പർശിക്കണമേ കർത്താവേ, ഭവനരഹിതരെ സ്പർശിക്കണമേ കർത്താവേ, വഴിയില്ലാത്തവരെ സ്പർശിക്കണമേ കർത്താവേ, ഇത്ര നല്ല ദൈവത്തോടെ ശ്രുതികട്ടെ 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 ഹല്ലേലൂയ. ഭാഷാവരത്തോടെ ശ്രുതികട്ടെ. ഹൃദയരോഗികളെ സ്പർശിക്കണമേ കർത്താവേ, ഭാഷാവരത്തോടെ ശ്രുതികട്ടെ. കരൾ രോഗികളെ സ്പർശിക്കണമേ കർത്താവേ, ജയിലിൽ കിടക്കുന്നവരെ സ്പർശിക്കണമേ കർത്താവേ, ഇത്ര നല്ല ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ, പാടട്ടെ. ബ്രസ്റ്റിന് ക്യാൻസർ ഉള്ളവരെ സ്പർശിക്കണമേ കർത്താവേ, ശരീരം മുഴുവൻ മുഴയുള്ളവരെ സ്പർശിക്കണമേ കർത്താവേ, ഗർഭാശയത്തിലെ ശിസ്തുള്ളവരെ സ്പർശിക്കണമേ കർത്താവേ, പക്ഷാപരത്തോടെ ജോലിയില്ലാത്തവരെ സ്പർശിക്കണമേ കർത്താവേ, ജോലിക്ക് വേണ്ടി കണ്ണീരോടെ പരിശ്രമിക്കുന്നവരെ, പരീക്ഷകൾ തോറ്റുപോയവരെ, അതിനുവേണ്ടി വീട്ടിൽ പരിശ്രമിക്കുന്നവരെ സ്പർശിക്കണമേ കർത്താവേ, വീട് സ്ഥലവും ജപ്തിയാകാൻ പോകുന്നവരെ ഏറ്റെടുക്കണമേ കർത്താവേ, വീട് സ്ഥലവും ജപ്തിയാകാൻ പോകുന്നവരെ ഏറ്റെടുക്കണമേ കർത്താവേ,
ബ്ലീഡിംഗ് ഉള്ളവരെ, രക്തസ്രാവക്കാരി രോഗികളെ സ്പർശിക്കണമേ കർത്താവേ. തലവേദന വിട്ടുമാറാത്തവരെ, രോഗം വന്നവരെ തളിക്കണമേ കർത്താവേ. എന്റെ കൊച്ചു ജീവിതത്തെ സത്യം പാടട്ടെ. കർത്താവേ, വിദേശങ്ങളിലുള്ള ഞങ്ങളുടെ മക്കളെ ഇപ്പൊ സ്പർശിക്കണമേ കർത്താവേ. അവരുടെ പരിശ്രമങ്ങളെ കർത്താവേ ഏറ്റെടുക്കണമേ കർത്താവേ. വാടകയ്ക്ക് താമസിക്കുന്നവര്, ജോലി നഷ്ടപ്പെട്ടവര്, വേണ്ടത്ര ശമ്പളമില്ലാത്തവര്, അതിൽ രോഗികളായി ആശുപത്രി പ്രവേശിച്ചവര്, അവിടെ കമ്പനി ലോക്ക്ഡൌൺ ആകാൻ പോകുന്നവര്, അവിടെ HR അവരെ പട്ടികയിൽ നിന്ന് മാറ്റുന്നവര്, പെർഫോമൻസ് നഷ്ടപ്പെട്ടവര്, അത് കിട്ടാത്തവര്, എല്ലാവരെയും കർത്താവേ ഇപ്പോൾ സ്പർശിക്കണമേ, ഇപ്പോൾ സ്പർശിക്കണമേ, ഇപ്പോൾ സ്പർശിക്കണമേ. ശ്രുതികട്ടെ, ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഇത്ര നല്ല ദൈവത്തോട് പഠിച്ചോണ്ടിരിക്കുന്ന മക്കളെ, എഴുതിയ മക്കളെ, എഴുതാൻ പോകുന്ന മക്കളെ ഏറ്റെടുക്കണമേ, ഏറ്റെടുക്കണമേ, ഏറ്റെടുക്കണമേ. സൂചിക്കണേ. ഹല്ലേലൂയ. ഇത്ര മൂത്രം അറിയാതെ പോകുന്നവരെ, കണ്ണത്തിന് പഴുപ്പ് പോകുന്നവരെ, ഓരോരോ സ്രാവങ്ങളുള്ള രോഗികളെ സ്പർശിക്കണമേ കർത്താവേ. മക്കളില്ലാത്തവരെ സ്പർശിക്കണമേ. ഭാഷാപരത്തോടെ യേശുവേ വരണമേ, എൻ്റെ കണ്ണുകളെ എനിക്കങ്ങേ കാണുവാനാകണമേ. ഈശോയെ ലോകത്തെ മുഴുവനായി അങ്ങ് ശക്തിപ്പെടുത്തണമേ, ലോകത്തെ മുഴുവനായി അങ്ങ് സൗഖ്യപ്പെടുത്തണമേ, ലോകത്തെ മുഴുവനായി അങ്ങ് സമാധാനപ്പെടുത്തണമേ. അതിമനോഹരമായ ഒരു ഗാനമാണ്, ജനകോടികൾ ഏറ്റുപാടി അഭിഷേകം പ്രാപിച്ച ഒരു ഗാനമാണ്. ആവോ യേശുനാഥ, ഏറ്റുപാടുക. ആവോ എൻ്റെ പേര് ജെസ്സി അഗസ്റ്റിൻ, രാമപുരം ഇടവക. ഞാനിപ്പോൾ മസ്കറ്റിൽ ഇബ്ര ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നഴ്സായി വർക്ക് ചെയ്യുന്നു. എനിക്ക് പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുകയാണ്. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ മറ്റുള്ള അനുഗ്രഹങ്ങളാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ഉടമ്പടിയിൽ വെച്ച കാര്യങ്ങളുടെ
റിസൾട്ട് വരുന്നതേ ഉള്ളൂ. പിന്നെ ഒന്ന്, എൻ്റെ കാലിന് വേദനയും കൈക്ക് വേദനയുമാണെന്നാണ് ഞാൻ ഈശോയോടും പരിശുദ്ധ അമ്മയോടും പ്രാർത്ഥിച്ചപ്പോൾ എപ്പോഴും എൻ്റെ ചെവിയിലൊരു മുഴക്കം, നിൻ്റെ കാലിൻ്റെ വേദനയും കൈയുടെ വേദനയും കുറയുകയില്ല, അത് പയ്യെ കുറഞ്ഞോളുള്ളൂ. നീ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെല്ലാം പ്രാർത്ഥിക്കുന്നു അതെല്ലാം നിനക്ക് സാധിച്ചു കിട്ടുമെന്ന്. ഉടമ്പടിയുടെ ഭാഗമായിട്ട് എല്ലാ ആഴ്ചയിലും വിശുദ്ധ കുർബാനയ്ക്ക് പോകണമായിരുന്നു. ഞങ്ങൾ മസ്കറ്റിലായിരിക്കുന്നതുകൊണ്ട് 170 കിലോമീറ്റർ ദൂരം പോയി വേണം വിശുദ്ധ കുർബാന കാണാൻ. ഒരു ദിവസം വൈകുന്നേരം, വ്യാഴാഴ്ച വൈകുന്നേരം എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, വെള്ളിയാഴ്ച നാളെ പോകാൻ പറ്റത്തില്ല, 1% പോലും സാധിക്കത്തില്ല, കാരണം പുള്ളി ഓഡിറ്റിങ്ങിൻ്റെ ഇൻചാർജ് ആയതുകൊണ്ട് 170 ഫയല് പ്രിപ്പയർ ചെയ്യണം ഞായറാഴ്ചയാകുമ്പോഴേക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ പരിശുദ്ധ അമ്മയോടും ഈശോയോടും പറഞ്ഞു, ഞാൻ ഓഫ് എടുത്തു, ഇനി നിങ്ങൾ ബാക്കിയുള്ളത് ചെയ്യണം എന്നും പറഞ്ഞ് ഞാൻ കിടക്കാൻ പോയി. നേരം വെളുത്തപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, 176 ഫയലും ഇമെയിലിൽ വന്ന് കിടപ്പുണ്ട്, ഇനി നമുക്ക് പള്ളിയിൽ പോകാമെന്ന്. അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു, വലിയൊരു സാക്ഷ്യമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ജിനി എന്ന കൂട്ടുകാരിക്ക് ഒരു ദിവസം ചെവിയിൽ നിന്നും കണ്ടിന്യൂസ് പഴുപ്പ് വരികയായിരുന്നു. അപ്പോൾ ഞാൻ ഡ്യൂട്ടി ആണെന്ന് വിചാരിച്ച് എന്നോട് ചോദിച്ചു, ഒരു ഓഫ് അറേഞ്ച് ചെയ്ത് തരാമോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഡ്യൂട്ടിയല്ല, എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പം പറഞ്ഞു, ചെവിയിൽ പഴുപ്പിങ്ങനെ വരുവാണ്, ഭയങ്കര വേദനയാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക, അമ്മ ഓഫൊക്കെ അറേഞ്ച് ചെയ്ത് തരും. അത് കഴിഞ്ഞ് ജിനി എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ പരിശുദ്ധ അമ്മയുടെ കൃപാസനം മാതാവിൻ്റെ തൈലം എൻ്റെ കയ്യിലുണ്ട്, ഞാനതൊഴിച്ച് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അതനുസരിച്ച് പുള്ളിക്കാരത്തേക്ക് ഓഫ് കിട്ടി. എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ 2 തുള്ളി കൃപാസനത്തിലെ തൈലം ചെവിയിലൊഴിച്ചു. അന്ന് രാത്രിക്ക് നല്ല വേദനയുണ്ടായിരുന്നു. ജിനിയും ഉറച്ചു വിശ്വസിച്ചു പരിശുദ്ധ അമ്മ ജിനിയെ സൗഖ്യപ്പെടുത്തുമെന്ന്. പിറ്റേ ദിവസം പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു. അതിൽ പിന്നെ ഇതുവരെ ചെവിയിൽ നിന്ന് പഴുപ്പ് വന്നിട്ടില്ല. പിന്നെ മൂന്നാമതൊരു സാക്ഷ്യം, എൻ്റെ ജൂനിയറായിട്ട് പഠിച്ച സിസ്റ്റർ ജയ ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിലാണ് വർക്ക് ചെയ്യുന്നത്. എന്നോട് ഒരു ദിവസം വൈകുന്നേരം വിളിച്ചിട്ട് പറഞ്ഞു, ജെസ്സി നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് ടൈഫോയിഡും മലേറിയയും ഒരുമിച്ച് വന്നിട്ടുണ്ട്, എൻ്റെ പ്ലേറ്റ്ലെറ്റൊക്കെ കുറഞ്ഞു പോയി, ഞാൻ മരിച്ചു പോവുകയുള്ളെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല, പരിശുദ്ധ അമ്മയുണ്ടല്ലോ, നമുക്ക് പ്രാർത്ഥിക്കാം, ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ് ഫോൺ വെച്ച ഉടനെ തന്നെ ഞാൻ എൻ്റെ കയ്യിലിരുന്ന് 1 തുള്ളി തേൻ എൻ്റെ വായിലൊഴിച്ചിട്ട് ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, പരിശുദ്ധ അമ്മയെ സഞ്ചാരി മാതാവേ, നീ സിസ്റ്റർ ജയയുടെ അടുക്കൽ ചെന്ന് ഈ ഒഴിച്ച തേൻ്റെ തുള്ളി ഒരു പ്ലേറ്റ്ലെറ്റ് പോലെ ആ ശരീരത്തിലേക്ക് ഒഴുക്കി പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ എന്ന്. 4 ദിവസം കഴിഞ്ഞാണ് ഞാൻ വീണ്ടും ഫോൺ വിളിക്കുന്നത്. ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു, പ്ലേറ്റ്ലെറ്റ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്നോട് പറയണമെന്ന്. ഞാൻ 4 ദിവസം കഴിഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞടി, ഞാൻ 3-ാമത്തെ ദിവസം തന്നെ യാതൊരു കുഴപ്പമില്ലാതെ ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങി. പക്ഷേ പ്ലേറ്റ്ലെറ്റ് റിപ്പീറ്റ് ചെയ്യാനുള്ള സൗകര്യമൊന്നുമില്ല, കാരണം ഒത്തിരി ഇൻറ്റീരിയർ ആയിട്ടുള്ളൊരു സ്ഥലമാണെന്ന്. ഇനി 4-ാമത്തെ സാക്ഷ്യം, എൻ്റെ മൂത്ത ചേച്ചിയുടെ മോൻ്റെ വൈഫിൻ്റെ കോളർ ബോണിൻ്റെ അവിടെ ഒരു വലിയ മൊഴിയുണ്ടായിരുന്നു. അപ്പോൾ അവൾ എന്നെ കാണിച്ചു. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് കൃപാസനത്തിൽ നിന്ന് ഉടമ്പടി എടുത്ത് പോയതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു. അപ്പം ഉടമ്പടി തൈലം ഉപയോഗിച്ച് ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഇപ്പോൾ അതൊരു ചെറിയ ഒരു തടിപ്പ് മാത്രമേ ഉള്ളൂ, പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ടു. പിന്നെ എൻ്റെ മോൻ്റെ സർജറിയുടെ കാര്യം ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു, മോന് പൂർണ്ണ സൗഖ്യമായി. ഇനിയും ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ ചെറുതും വലുതുമായിട്ടുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരിയേറെ നന്ദി. മാതാവിന് ഈശോയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കാം.